ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു തക്കാളിക്കറി ഉണ്ടാക്കാം. ദോശയ്ക്കും അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു കറി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. കോവയ്ക്ക ഇങ്ങനെ താഴത്ത് നിലത്താണ് നട്ടിരിക്കണേ. എന്നിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറ് കെട്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കോവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സാമ്പാർ വെക്കാനും അവിയലിനും ഒക്കെ എടുക്കുമായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കിത്തിരി കൂടുതൽ കിട്ടി. കൂടുതലെന്ന് വെച്ചാൽ കറി വെക്കാനുള്ളത് മാത്രം. അപ്പോൾ തക്കാളിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. നല്ല പോലെ പഴുത്തിട്ടുണ്ട്. ഉണ്ട്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് 3 നേരവും വെള്ളം ഒഴിക്കണം. ഒരു വഴുതനങ്ങയുണ്ട്, വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പച്ചമുളകും കൂടെ പറിച്ചെടുക്കാം. സൂര്യകാന്തി വിരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടെ പറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. 2 സവാള, ഒരൽപ്പം കുരുമുളക്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകുണ്ട്, ഇഞ്ചി, ഒരൽപ്പം കശുവണ്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കശുവണ്ടിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുമേ. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. കൈകൊണ്ട് നല്ല പോലെ പിഴിയണം. എന്നിട്ട് നമുക്ക് രണ്ടാമതൊന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ചൂടായിട്ടുണ്ട് എണ്ണ. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക കല്ലിൽ വെച്ചൊന്ന് ചതച്ചതാണ്, 2 ഗ്രാമ്പു, ഒരല്പം കുരുമുളകും ചതച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള ഞാൻ വട്ടം മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് മുരിയണ്ട, പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം ഇങ്ങനെ ഈ അല്ലി തിരിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടുമേ. ഇപ്പം സവാള പതുക്കെ വാടിയൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരച്ചു വച്ചിരിക്കുന്ന പച്ചമുളകും കശുവണ്ടിയും ഇട്ട് കൊടുക്കണേ. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കണേ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ.
നല്ല പോലെ ഇളക്കണം. ഇനി 3 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളി അങ്ങോട്ട് വെന്ത് ഉടയുമൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടും, സവാളയും തക്കാളിയും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരല്പം മസാലപ്പൊടി, ഗരം മസാല ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പാല് പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു കുറുകലൊക്കെ കിട്ടിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ നല്ലതുപോലെ കുറുകി വന്നത്. നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാല് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാലൊഴിച്ചിട്ട് അധികം തിളക്കുകയൊന്നും വേണ്ട, പതുക്കെ ഒന്ന് തിളച്ചാൽ മതി. പിന്നെ വെള്ളം ഇത്തിരി നീട്ടി വെക്കുന്നതും നല്ലതാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ല പോലെ കുറുകും. ഇപ്പം ലൂസായി ഇരിക്കണമെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണേ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നല്ലതുപോലെ ചൂടാവട്ടെ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില, ഞാൻ കടുക് ഇടുന്നില്ല, ഒരല്പം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ കറിവേപ്പില. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമാണ് ഇട്ടിരിക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ തക്കാളിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം ഞങ്ങളിപ്പോൾ ഇത് ദോശക്കാണ്, നെയ് റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.